ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ ഒരു ആൻസറുമായിട്ടാണ്. അപ്പൊ ഇന്ന് കുറെ സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റ് ബിഗിനേഴ്സ്, അതായത് ഈ ഒരു ബിഗിനേഴ്സിന് ഒത്തിരി ഡൗട്ട് കാണും. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് സ്റ്റോക്കാണ് ആസ് എ ബിഗിനർ ആയിട്ട് നമ്മൾ അങ്ങനെ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ലാഭം കിട്ടും, ലോങ് ടേമിൽ നമുക്ക് ഏത് സ്റ്റോക്കുകൾ ചൂസ് ചെയ്യാം എന്നുള്ളത് ഒരു ബിഗിനർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഡൗട്ട് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ബെസ്റ്റ് ടു ഇൻവെസ്റ്റ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റോക്കുകളും നമുക്ക് അനലൈസ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന 8 സ്റ്റോക്കുകളാണ്. അപ്പൊ അതിൽ ആദ്യം വരുന്ന ബിഗിനേഴ്സിന് പറ്റിയ നല്ല ലോങ് ടേമിലുള്ള സ്റ്റോക്കാണ് HDFC ബാങ്ക് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം HDFC ബാങ്കിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നല്ല ഒരു സ്റ്റോക്കാണ്, നല്ല ഫണ്ടമെന്റൽ, നല്ല ക്വാളിറ്റി സ്റ്റോക്കാണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് അവരുടെ നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ്. സോ ലോങ് ടേം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനർ ആയാലും നല്ല ലാഭം കിട്ടും. അപ്പൊ കറണ്ട് പ്രൈസ് 1548. അപ്പൊ 740 ഈ ഒരു ലെവലിൽ നിന്നും റിക്കവർ ആയി 1548 ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 52 വീക്ക് ഹൈ നിയർ ആവാറായി. ബാങ്ക് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് ഈൽഡ് ഇല്ല. ബുക്ക് വാല്യൂ 320, സ്റ്റോക്കിന്റെ PE 27.8, ROCE 7.31, ROE 16.5, ഫേസ് വാല്യൂ 1. വാല്യുവേഷൻ വലിയ കുഴപ്പമില്ല. പ്രൈസ് ഹിസ്റ്ററി നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ CAGR ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് 20.59% ഉണ്ട്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ മീഡിയം സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 19.06% ആണ്. കോമ്പറ്റീറ്റേഴ്സ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ ഫസ്റ്റ് പ്ലേസിലാണ് HDFC ഇരിക്കുന്നത്. ഇതിന്റെ റവന്യൂ വൈസ് നോക്കിയാൽ റവന്യൂ ഇൻക്രീസിംഗ് ആയിട്ടുള്ള റവന്യൂ ആണ്, കണ്ടിന്യൂസ്ലി ഇൻക്രീസിംഗ് ആണ്. ഫിനാൻഷ്യൽ പ്രോഫിറ്റ് അതുപോലെ നെറ്റ് പ്രോഫിറ്റ്. പിന്നെ ബാലൻസ് ഷീറ്റ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിസർവ്സ് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് അതുപോലെ FIA ഇൻക്രീസ് ആയിട്ടുണ്ട്. DA ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗും ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ഗ്രോയിങ് സ്റ്റോക്ക് ആണ്. ലോങ് ടേമിന് തീർച്ചയായിട്ടും ഡിമാൻഡബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റലി നല്ല ഒരു സ്ട്രോങ് സ്റ്റോക്ക് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ്. എപ്പോഴും നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിന് ഡിമാൻഡ് പോകത്തില്ല. പിന്നെ പ്രൈവറ്റ് സെക്ടർ, ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കോർപ്പറേഷൻ ഇൻ ഇന്ത്യയാണ്. അപ്പൊ കറണ്ട് പ്രൈസ് 2867, ഈ ഒരു ലോ ലെവലിൽ നിന്നും ഒത്തിരി റിക്കവർ ആയാണ് ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. 230 ആണ് ഇനി ഉള്ള ലെവൽ, അതായത് 52 വീക്ക് ഹൈ വരുന്നത് 2369, ഏകദേശം എത്താറായി. ദെൻ ബുക്ക് വാല്യൂ 968 ആണ്. സ്റ്റോക്കിന്റെ PE 30.2, വിച്ച് ഇസ് വെരി ലെസ് ദാൻ കറണ്ട് പ്രൈസ്. ദെൻ ROCE 10.7, ROCയും ROയും ഏകദേശം ഈക്വൽ ആണ്. വാല്യുവേഷൻ ബെറ്റർ തന്നെയാണ്. നല്ല ഗ്രോയിങ് ഗ്രാഫാണ് നമുക്ക് ഉള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ് റിഫൈനറീസ് ഇൻഡസ്ട്രീസിൽ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലേസിലുണ്ട്. പിന്നെ സെയിൽസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അത് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. FIA ബെറ്റർ ആണ്. DA ഇൻക്രീസ് ആയിരിക്കുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം 1% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ തന്നെയാണ്. തേർഡ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഡാബർ ഇന്ത്യ, ഈ ഒരു സ്റ്റോക്കാണ്. എല്ലാം നല്ല ഡിമാൻഡബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെ. 500 റുപ്പീസ് ആണ് ഈ ഒരു സ്റ്റോക്ക്. ഫാസ്റ്റ് മൂവിങ് FMCG പ്ലെയേഴ്സ് ആണ്. കസ്റ്റമർ കെയറിൽ അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സില് 52 വീക്ക് ലോ 385 നിന്നുമാണ് 500 എത്തിയിരിക്കുന്നത്. 52 വീക്ക് ഹൈ റീച്ച് ആവാറായത് 553. ഡിവിഡൻഡ് ഈൽഡ് 0.60%. ബുക്ക് വാല്യൂ 40 റുപ്പീസ് ആണ്. സ്റ്റോക്കിന്റെ PE 55. ഇപ്പൊ സ്റ്റോക്കിന്റെ PE ബുക്ക് വാല്യൂനെ കാട്ടി ഹയർ ആണ്. ROCE ROയും ബെറ്റർ ആണ്. സോ വാല്യുവേഷൻ കുഴപ്പമില്ല. നല്ല ROE ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് ഹെൽത്തി ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. ഡാബർ ഇന്ത്യ FMCG പേഴ്സണൽ കെയർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് പ്ലേസിലാണ് നിൽക്കുന്നത്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോയിങ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഗ്രോയിങ് ആണ്.
ദെൻ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ ഒരേപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 3 months ആയിട്ട്. FIA ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. വാലുവേഷൻ കൊള്ളാം, ഫണ്ടമെന്റൽ ബെറ്റർ ആണ്, ഗ്രോയിങ് ആണ്. ഇനി നാലാമത്തത് എപ്പോഴും ബിസ്ക്കറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ബിസ്ക്കറ്റ് ബ്രിട്ടാനിയയാണ്. അപ്പോൾ ബ്രിട്ടാനിയ മെയിൻലി ലീഡിംഗ് ആയിട്ടുള്ള ഫുഡ് കമ്പനീസ് ആണ് വിത്ത് 100-year ലെഗസി എന്ന് തന്നെ പറയാം. മെയിൻ ആയിട്ട് ഫേവറേറ്റ് ബ്രാൻഡായ ഗുഡ് ഡേ, ടൈഗർ, അതുപോലെ മിൽക്ക് പിക്കീസ് ഇതെല്ലാം ഇവരുടെയാണ്. അപ്പം കറണ്ട് പ്രൈസ് 3,341. ദെൻ 52-week ലോ 2,100 ആൻഡ് 52-week ഹൈ 4,015. അപ്പൊ ഇപ്പൊ ചിലർക്ക് ഡൗട്ട് വരും, അതായത് ഇപ്പോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബിഗിനേഴ്സിന് ഒരു ബഡ്ജറ്റ് കാണും അല്ലെ, ഒരു സ്റ്റോക്ക് പ്രൈസിൽ അല്ലെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത്ര രൂപയായിരിക്കും നിങ്ങൾ കരുതിയിരിക്കുന്നത്. അപ്പൊ ഈ ബ്രിട്ടാനിയ അതുപോലെ HDFC ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കോസ്റ്റ്ലി സ്റ്റോക്കിലാണ്. പക്ഷെ കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കരുത്. ലോങ് ടേമിന് തീർച്ചയായിട്ടും ലാഭം വരുന്ന സ്റ്റോക്കുകളാണ് ഇത്. ഇപ്പൊ 500 rupees താഴെയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഈ ബ്രിട്ടാനിയ അതുപോലെ റിലയൻസ്, HDFC ഇവയെല്ലാം തന്നെ ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, എപ്പോഴും ഡിമാൻഡ് ഉള്ള സ്റ്റോക്കാണ്. പിന്നെ സ്റ്റോക്കിന്റെ PE 43.2%, ദെൻ PE 111, ഡിവിഡൻഡ് yielding ഹൈ ഡിവിഡൻഡ് yielding ഉണ്ട്. ദെൻ ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 32.5 ആൻഡ് ROC 37.4. ഓവറോൾ വാല്യുവേഷൻ കൊള്ളാം, നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് ലാസ്റ്റ് 3 years ആയിട്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. കോമ്പറ്റീറ്റേഴ്സിന് നെസ്ലി കഴിഞ്ഞാൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ് വരുന്നത്. സെയിൽസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുഴപ്പമില്ല. നെറ്റ് പ്രോഫിറ്റ് കുറച്ച് ഡിപ്പായാലും ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിപ്പല്ല എന്ന് പറയാം. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. FIA ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയിരിക്കുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗും ബെറ്റർ ആണ്. സോ ഓവറോൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് നല്ല ഡിമാൻഡബിൾ സ്റ്റോക്ക് തന്നെയാണ്. ഇനി നമ്മൾ അഞ്ചാമത്തത്, എപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു സക്സസ് സ്റ്റോറി പ്രത്യേകിച്ച് ഒരു വീഡിയോ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. ITC ലിമിറ്റഡ് ആണ്. ITC നമുക്കറിയാം സിഗരറ്റിൽ മെയിൻ ആയിട്ട് ഇവരാണ് ലാർജസ്റ്റ് മാനുഫാക്ചർ ആയിട്ടുള്ളത്. ഇവർക്ക് ഒത്തിരി 5 സെഗ്മെന്റ് ആണ് ബിസിനസ് ആണുള്ളത്. സിഗരറ്റ്, അതുപോലെ FMCG, ഹോട്ടൽ, പേപ്പർ ബോർഡ്സ്, പാക്കേജിംഗ്, അഗ്രി ബിസിനസ്. അപ്പൊ ITC നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 500 rupees താഴെ ഹൈ ഡിവിഡൻഡ് yielding നല്ല ഒരു സ്റ്റോക്കാണ്. അപ്പൊ 500 rupees താഴെ ലോങ് ടേമിന് നിങ്ങൾ നോക്കുന്ന ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല ഡിമാൻഡ് ഉള്ള സ്റ്റോക്കാണ്. ലോങ് ടേമിന് നല്ല ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്കാണ്. അപ്പോൾ 48 rupees ആണ് എന്റെ ബുക്ക് വാല്യൂ. ഹൈ ഡിവിഡൻഡ് yielding 4.90%. സ്റ്റോക്കിന്റെ PE 18.9, ROC 32, വാല്യുവേഷൻ കൊള്ളാം. ദെൻ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഡെപ്റ്റ് ഫ്രീ ആണ്. ഇതാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ ടൊബാക്കോ പ്രോഡക്ട്സിൽ ITC ആണ് ഫസ്റ്റ് പ്ലേസിലിരിക്കുന്നത് കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ദെൻ സെയിൽസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് ബെറ്റർ ആണ്. ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ FIA ഇൻക്രീസ് ആയിട്ടുണ്ട്. DA ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോൾ ഇന്ത്യ, ഈ ഒരു സ്റ്റോക്കാണ്. നമുക്കറിയാം ഡെയിലി ഒരു പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട് അല്ലേ, പെട്രോൾ, ഈ ഡീസലിന്റെ ഒക്കെ പ്രൈസസ് വരുന്നുണ്ട്. അപ്പൊ ഈ കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ പവർ ആൻഡ് സ്റ്റീൽ സെക്ടർ ആണ്. അപ്പോൾ കറണ്ട് പ്രൈസ് 136 ആണ്. ഹൈ ഡിവിഡൻഡ് yielding ആണ് 8.81. ഇപ്പൊ 200 rupees താഴെ ഹൈ ഡിവിഡൻഡ് yielding, ലോങ് ടേം ബെസ്റ്റ് ഫോർ ബിഗിനേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ ഞാൻ സജസ്റ്റ് ചെയ്യും. സ്റ്റോക്കിന്റെ PE 6.59 ആണ്. ROC 73.1, ROE 57%. ഇപ്പൊ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കാണ്, നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഇതാണ് ഇവരുടെ മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ മിനറൽ ആൻഡ് മൈനിങ് പ്രോഡക്ട്സിൽ ഫസ്റ്റ് പ്ലേസിലാണ് കോൾ ഇന്ത്യ നിൽക്കുന്നത്. സെയിൽസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ല ഗ്രോത്ത് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഒരു 4 months ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്തിനേക്കാളും 1% ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ പെയിന്റ് സെക്ടറിലെ ടോപ്പസ്റ്റ് സ്റ്റോക്കാണ് നമ്മൾ നെക്സ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്സ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ്. ഏഷ്യൻ പെയിന്റ്സ് ഇത്തിരി കോസ്റ്റ്ലി ആണ്. 2387 ആണ് കറണ്ട് പ്രൈസ്. ഡിവിഡൻഡ് yielding ഉണ്ട്. വാല്യുവേഷൻ കൊള്ളാം. നല്ല വാല്യുവേഷൻ സ്റ്റോക്കാണ്. ദെൻ ഗ്രോയിങ് ഗ്രാഫ് തന്നെയാണ്. ഡെറ്റ് ഫ്രീ ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്. പെയിന്റ് സെക്ടറിൽ ഇവരാണ് ലീഡിങ് ഇരിക്കുന്നത്. സെയിൽസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആണ്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്സ് കൊള്ളാം. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. FIA ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ നല്ലോണം ഇൻക്രീസ് ആയിരിക്കുന്നു. DA ബെറ്റർ ആണ്. ദെൻ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്തിനേക്കാളും കുറച്ച് കുറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് പെയിന്റ് സെക്ടറിൽ ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HCL ടെക്നോളജീസ്. ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ മെയിൻലി IT സെക്ടറിലെ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. 920 റുപ്പീസ് ആണ്. 52 വീക്ക് ലോ 375 നിന്നും റിക്കവർ ആയി 920 ഇയർ ലെവൽ എത്തി. ഡിവിഡൻഡ് yield 1.09%, ഫേസ് വാല്യൂ 2. ദെൻ സ്റ്റോക്കിന്റെ PE 18.9, വിച്ച് ഇസ് ലെസ് ദാൻ കറണ്ട് പ്രൈസ്. വാല്യുവേഷൻ വലിയ കുഴപ്പമില്ല. നല്ല ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് നല്ല സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. തേർഡ് പ്ലേസിലാണ് IT സോഫ്റ്റ്വെയർ സെക്ടറിൽ വരുന്നത്. ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. ഇവരുടെ ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഒരു 4 മന്ത്സ് ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. FIA ലാസ്റ്റ് 2 മന്ത്സ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇൻക്രീസ് ആയിരുന്നു. സോ ഓവറോൾ ഈ ഒരു 8 സ്റ്റോക്കാണ് നമ്മൾ ബിഗിനേഴ്സിന് പറ്റിയ സ്റ്റോക്കുകൾ. അപ്പോൾ അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പോൾ 500 റുപ്പീസിന് താഴെയാണെങ്കിൽ ആ സ്റ്റോക്കുകൾ നോക്കാം. ഹൈ ഡിവിഡൻഡ് yielding 200 റുപ്പീസിന് താഴെയാണെങ്കിൽ അങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബിഗിനർ ആയിട്ട് ഒത്തിരി പൈസ ഇട്ട് നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിൽ ഉണ്ടെങ്കിൽ 500 റുപ്പീസിന് താഴെ ഹൈ ഡിവിഡൻഡ് yielding സ്റ്റോക്ക് ഫണ്ടമെന്റലി ഗുഡ് ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ടിപ്സ് എൻ്റെ ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.